ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി യാചിച്ച് യാചിച്ച് പിന്നാലെ നടക്കുന്ന എത്ര ആളുകളെ എനിക്കറിയാമെന്നറിയാം. നിങ്ങളുടെ അറിവിലും ചിലപ്പോൾ ഉണ്ടാവും ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറി സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയും. ഈഗോ, ചില ആളുകളുടെ ഈഗോ ആണ് കൂടുതലും പിണക്കത്തിന് കാരണം. ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്ന അമല് തമ്മിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പരസ്പരം സ്നേഹമില്ലാതെ വെറുപ്പോടു കൂടി അല്ലെങ്കിൽ പിണക്കത്തോടു കൂടി കഴിയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്, എടി അവനങ്ങ് പോണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ അവളങ്ങ് പോണെങ്കിൽ പോട്ടടാ, നിനക്ക് അല്ലാഹു വേറെ തരൂലേ? ദുനിയാവിൽ അവൾ മാത്രമേ ഉള്ളൂ പെണ്ണ്, അല്ലെങ്കിൽ ദുനിയാവിൽ അവൻ മാത്രമേ ഉള്ളൂ, നീ അവൻ്റെ പിന്നാലെ ഇങ്ങനെ എന്തിനു നടക്കണം? അവനോട് ഒഴിവാക്കാൻ പറ, നമുക്ക് വേറെ കല്യാണം കഴിക്കാം. പല ആളുകളും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, കമൻറ്റുകൾ കാണാറുണ്ട്. എന്തിനാ ഇപ്പോൾ ഒരാളെ പിന്നിൽ ഇങ്ങനെ യാചിച്ചു പോകുന്നത്? ഒരുപാട് യാചിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളെ പിന്നിൽ ഇങ്ങനെ യാചിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അർഹിക്കുന്നതാണെങ്കിൽ കിട്ടും. നമ്മൾ അമലുകൾ ചെയ്തുണ്ടാക്കേണ്ടതല്ല സ്നേഹം എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. ഞാനും ആ അഭിപ്രായത്തെ എതിർക്കുന്നില്ല. നമ്മളിങ്ങോട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ചില ആളുകളുടെ ഹൃദയം ചില ആളുകളുമായിട്ട് ഗാന്ധം പോലെ ആകർഷിച്ച് അട്ട പോലെ ഒട്ടിക്കിടക്കുന്നു. മരണം കൊണ്ടല്ലാതെ ചില ആളുകളെ നമുക്ക് വേർപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ ചില ബന്ധങ്ങളുണ്ട്. എത്ര ഭർത്താവ് അടിച്ചാലും എനിക്ക് ആ ഭർത്താവ് മതി, എത്ര ഭർത്താവ് തള്ളിപ്പറഞ്ഞാലും എത്ര ചെലവിന് കൊടുക്കുന്നില്ലെങ്കിലും എനിക്ക് ആ ഭർത്താവ് മതി. അങ്ങനെ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഭാര്യ, അവൾ എത്ര ഇറങ്ങിപ്പോയാലും, അവൾ എത്ര എനിക്ക് സഹകരിക്കുന്നില്ലെങ്കിലും, അവളെ എത്ര എന്നെ പുച്ഛിച്ച് തള്ളിയാലും എനിക്ക് ഓള് മതി, വേറൊരാൾ വേണ്ട എന്നുള്ള ചില ദമ്പതികളുണ്ട്. എന്തോ അവർക്കിടയിൽ എന്ത് കെമിസ്ട്രിയാണ് വർക്ക് ചെയ്യുന്നത് പടച്ച റബ്ബിന് മാത്രമേ അറിയൂ. എത്ര അകറ്റിയാലും അകലാത്ത ചില ബന്ധങ്ങൾ, എത്ര പിരിച്ചാലും പിരിയാത്ത ചില ബന്ധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിലക്കും നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ലെന്ന് തോന്നുന്ന ആളുകൾ നമ്മളോട് പിണങ്ങി കഴിയുമ്പോൾ, തെറ്റിക്കഴിയുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. അല്ലെങ്കിൽ ചില ആളുകൾ ആഗ്രഹിക്കും, ചില ഭാര്യമാർ ആഗ്രഹിക്കും, എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. ഇപ്പോൾ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷെ ഭാര്യ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി എനിക്ക് വേണ്ടതൊക്കെ ഒന്ന് വാങ്ങി തന്ന് എൻ്റെ കൂടെ ഒരല്പം സമയം സ്പെൻഡ് ചെയ്ത്. അതാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുക. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്ന്, സുഹൃത്തുക്കളെ കൂടെ കറങ്ങാൻ പോകാൻ സമയമുണ്ട്, പക്ഷെ എൻ്റെ കൂടെ കറങ്ങാൻ സമയമില്ല. എൻ്റെ കൂടെ ഒരല്പസമയം ഇരിക്കുമ്പോഴേക്ക് ഒരു അസ്വസ്ഥത. പല ആളുകളും പല പരാതികളും പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അമല്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയാണ്. യാചന ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അമല് തട്ടിക്കളയാം. ഇത് യാചിച്ച് ചെല്ലുന്നത് അയാളുടെ മുന്നിലേക്കല്ല, അള്ളാഹിൻ്റെ മുന്നിലാണ് നമ്മൾ യാചിക്കുന്നത്. അതാരും കാണുന്നൊന്നുമില്ലല്ലോ. പടച്ചവൻ്റെ മുന്നിൽ യാചിക്കുന്നത് ആര് കാണാൻ? അവിടെ എന്തും പറയാ. കമൻ്റ് എഴുതുന്ന ആളുകളുണ്ട്, ചില ആളുകൾ, എന്തിനാ കുറേ യാചിച്ച് ഇങ്ങനെ കുറേ അമലൊക്കെ ചെയ്ത് എന്തിനാ സ്നേഹം? അങ്ങനെ ആവശ്യമുള്ള കുറേ ആളുകളുണ്ട്. ഉസ്താദെ 2 മക്കളായിപ്പോയി, എൻ്റെ 2 കുട്ടികളുടെ വാപ്പയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നവരെ എനിക്കറിയാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഞാൻ അമല് പറഞ്ഞുതരാം. എന്താണ് അമലെന്നറിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ കൂടെ ജീവിതം തുടങ്ങും. ഇൻഷാ അല്ലാഹ് അതിന് പറ്റുന്ന ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് ഇത്തരം നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ അമലുകളും വീഡിയോസുകളും മജ്ലിസൊക്കെ കാണുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും ഖൈറും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു അമല് പറയാൻ പോവുകയാണ്.
ഏത് കടുത്ത ഹൃദയവും ഒന്ന് തണുപ്പിച്ചെടുക്കാൻ പറ്റിയ അമൽ. ഈ അമലിന് നമുക്ക് വേണ്ടത് അസ്മാഹുൽ ഹുസ്നയിലെ, പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ ഹുസ്നയിലെ വളരെ പവർഫുള്ളായ ഒരു ഇസ്മാണ്. സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഏത് സ്നേഹത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു ഇസ്മാണ്. ഏത് പറയുന്നത്? യാ വദൂദു യാ അള്ളാഹ് എന്നുള്ള ഇസ്മ. പല ആളുകൾക്കും, പല ഉസ്താദുമാരും, പല ചികിത്സ ചെയ്യുന്ന ആളുകളും യാ വദൂദു യാ അള്ളാഹ് എന്നുള്ള ഇസ്മ വെച്ച് പല ചികിത്സാ രീതികളും പറയുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒരുപാട് അമലുകളുണ്ട് യാ വദൂദു യാ അള്ളാഹ് എന്നുള്ളത്. എന്നിട്ടും നമ്മൾ എന്തിനാണ് ഇത്തരം അമലുകൾ, പല അമലുകളും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്? ഏത് അമലാണ് ആർക്കാണ് ഫലം ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഈ അമല് ചെയ്യുന്ന ആള് അവർക്ക് ഫലം കിട്ടി, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഫലം കിട്ടിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരു അമല് ചെയ്ത വ്യക്തി, ആ വ്യക്തി ഈ അമല് ചെയ്താൽ ഇവർക്കിത് ഫലം കിട്ടിക്കൊള്ളുന്നില്ല. ആർക്ക് എപ്പോൾ എങ്ങനെ ഫലം കിട്ടും, ഏത് അമലിൽ ഫലം കിട്ടും എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അറിയുന്നവൻ ഖാലിഖായ റബ്ബാണ്. ആത്മവിശ്വാസത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങൾ അമല് ചെയ്തോളി. ഫലം അള്ളാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല, വേഗം അമലിലേക്ക് കടക്കാം. നമുക്ക് ചെയ്യാനുള്ള അമൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട്, പനിനീരിൻ്റെ ബോട്ടിൽ വേണം, ഒരു കഷ്ണം പേപ്പർ വേണം, നല്ല ഒരു കറുപ്പ് മഷി പേനയും വേണം. ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു 786 എന്നുള്ളത് ഒന്ന് എഴുതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറ്റിയാൽ അതും പറ്റും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഷോർട്ടാക്കുന്നതാണ്. 786 ബിസ്മി എന്ന് പറയുന്നതിൻ്റെ അബ്ജദ് നമ്പറാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്നതിന് പകരം 786 നമ്മൾ എഴുതും. ഇനി നമ്മൾ എഴുതുന്നത് 20 തവണ യാ വദൂദു യാ അള്ളാഹ് എന്നുള്ളതാണ്. 20 തവണ. ഇത് നിങ്ങൾക്ക് ഒറ്റ അക്ഷരത്തിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. യാ വദൂദ് യാ അള്ളാഹ്. യാ വദൂദ് എന്ന് എഴുതിയാലും മതി. 20 തവണയാണ് ഇത് എഴുതേണ്ടത്. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് 20 തവണ എഴുതുക. 20 തവണ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? അതിനടിയിൽ എഴുതണം, ഞാൻ പറയുന്ന ഈ ഒരു വേർഡ് അറബിയിൽ നിങ്ങൾ ഒറ്റക്ഷരത്തിലോ കൂട്ടക്ഷരത്തിലോ എഴുതി കൊടുക്കാം. ഒറ്റക്ഷരമാണ് എപ്പോഴും നല്ലത്. ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ഒറ്റക്ഷരമാണ് നല്ലത്. ഈ ഒറ്റക്ഷരത്തിൽ നിങ്ങൾ എഴുതേണ്ടത് അല്ലാഹുമ്മ അല്ലിഫ് ബൈന. അല്ലാഹുമ്മ അല്ലിഫ് ബൈന. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അല്ലാഹുമ്മ അല്ലിഫ് ബൈന. ആരെയാണോ നിങ്ങൾക്ക് ഇണക്കേണ്ടത് അവരുടെ പേര്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന ആളെയാണെങ്കിൽ ഫാത്തിമ. വ എന്ന് എഴുതിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പേര് എഴുതുക. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഫാത്തിമ വ മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഫാത്തിമയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഫാത്തിമ വ മുഹമ്മദ്. ശേഷം കമാ അല്ലഫ്ത ബൈന ആദമ വ ഹവ്വ. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നറിയോ? അല്ലാഹുവേ, ആദം നബിക്കും അതുപോലെ തന്നെ ഹവ്വാഹ് ബീവി ഉമ്മാക്കും, ഇവർക്ക് 2 പേർക്കുമിടയിൽ നീ സ്നേഹമുണ്ടാക്കിയതുപോലെ ഈ പറയുന്ന നമ്മുടെ ഫാത്തിമ മുഹമ്മദ്, ആ പേര് നിങ്ങൾ മാറ്റിയാൽ മതി, അവർക്കിടയിൽ നീ സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്നാണ്. ഇത് നിങ്ങൾ എഴുതി നല്ല വൃത്തിയിൽ എഴുതുക. കുറച്ച് അത്തറൊക്കെ പൂശി ആ പേപ്പർ നല്ല വൃത്തിയിൽ മടക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് പനിനീര് എന്നും സ്നേഹത്തിന് നല്ലതാണ്. പനിനീര് പോലെ സുഗന്ധമുള്ള സ്നേഹമാക്കട്ടെ ഈ അമല് ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പനിനീരിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഈ നറുക്ക് എഴുതി മടക്കി ഈ പനിനീരിൻ്റെ കുപ്പിയിലിടുക. ശേഷം കൂടെയുള്ള ആളുകളാണെങ്കിൽ ഈ പനിനീര് എന്ത് ചെയ്യാം? അവരുടെ വസ്ത്രത്തിലൊക്കെ ഒന്ന് കുടയാം, അവർ കിടക്കുന്ന റൂമിൽ കുടയാം, നമ്മളെ വീടിൻ്റെ മുന്നിൽ കുടയാം, എല്ലായിടത്തുനിന്ന് കുടഞ്ഞു കൊടുക്കാം. ആളില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ആളാ വീട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ആൾ ദൂരം എവിടെയെങ്കിലും ആണെങ്കിൽ ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ റൂമിൽ സൂക്ഷിക്കുക. ഇത് ഒരു ദിവസം ചെയ്തു വെച്ചാൽ മതി. ശേഷം ഈ ആളെ മനസ്സിൽ കരുതിയിട്ട് ദിവസവും യാ വദൂദ് യാ അള്ളാഹ് യാ വദൂദ് യാ അള്ളാഹ് എന്നുള്ള ഇസ്മ
ധാരാളമായിട്ട് അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് പല രീതിയിൽ ഫലം ലഭിക്കുന്ന അമലുകളാണ്. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഫലം ലഭിക്കട്ടെ. ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക. ചെയ്യുന്നതിന് മുമ്പ് സ്വലാത്ത് ചെല്ലുക. ചെയ്തു കഴിഞ്ഞാലും സ്വലാത്ത് ചെല്ലുക. ഖബൂലിയത്തിന് വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അള്ളാഹു നിങ്ങൾക്ക് ഫലം തരട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല അമലും കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.